മൂന്നാം തവണ ഞാൻ IAS എക്സാം എഴുതി. മൂന്നാം തവണയും ഞാൻ ഫെയിലായി. ജീവിതത്തിൽ നെഗറ്റീവ്സ് എന്താണോ മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത്, ആ വ്യക്തി അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു വർഷം എല്ലാ ദിവസം 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഞാൻ കേവലം ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ പ്രാക്ടീസ് ചെയ്തു. 4ാം തവണ IASക്ക് വേണ്ടി പ്രിലിംസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. മെയിൻസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, ക്ലിയർ ചെയ്തു. എനിക്ക് ഓൾ ഇന്ത്യ 66 റാങ്ക് വന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ തേജാണ്. 2015 ബാച്ചിൻ്റെ IAS ഓഫീസറാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്. ജോസ് ടാക്ക് എനിക്ക് നൽകിയ ഈ അവസരത്തിൽ അങ്ങ് എല്ലാവരോട് എൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പങ്കുവയ്ക്കാൻ പോകുന്നത് ശരിക്കും ഞാനൊരു IAS ഓഫീസർ നിലയിലല്ല, ഞാനൊരു വലിയ ആളെന്ന നിലയിലല്ല. കേവലം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ നിന്നും ചില വിഷയങ്ങൾ ഞാൻ പഠിക്കേണ്ടി വന്നു. ഈ പഠിച്ച ഈ വിഷയങ്ങൾ അങ്ങ് എല്ലാവരോടും പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുന്നത്. ഞാൻ ആന്ധ്രക്കാരനാണ്. ഗുണ്ടൂറാണ് എൻ്റെ നാട്. ഞാൻ 10ാം ക്ലാസ്സും +2യും എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ആന്ധ്രയിൽ ഭൂരിപക്ഷം യുവാക്കൾ പോലെ ഞാനും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു IT ജോബിലോട്ട് കയറി. ഏകദേശം ഒരു വർഷം IT ജോബ് കയറിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ IT ജോബുക്കും എനിക്കും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാണ്. ആ ഒരു സമയത്തിൽ എനിക്കൊരു പുതിയ റൂംമേറ്റ് കിട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പുതിയ റൂംമേറ്റ്ക്കാണ് IAS ആകാൻ താല്പര്യം. ഒരു ദിവസം ഈ റൂംമേറ്റാണ് എന്നോട് പറഞ്ഞത്, കൃഷ്ണ എനിക്ക് IAS ആകാൻ താല്പര്യമുണ്ടാകും. ഞാൻ പെട്ടെന്ന് എൻ്റെ റൂംമേറ്റിനോട് ചോദിച്ചു, മച്ചാ എന്താണ് ഈ IAS? പെട്ടെന്ന് എൻ്റെ റൂംമേറ്റ് എന്നോട് പറഞ്ഞു, IAS ആണ് ജില്ലാ കളക്ടർ. അപ്പോൾ എഗെയിൻ ഞാൻ എൻ്റെ റൂംമേറ്റിനോട് ചോദിച്ചു, എന്താണ് ഈ ജില്ലാ കളക്ടറുടെ പ്രത്യേകത? ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് പതുക്കെ ഈ IAS എന്താണോ, ഈ ജില്ലാ കളക്ടർ എന്താണോ, IAS ആയെങ്കിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ സേവ ചെയ്യാൻ പറ്റുമെന്ന വിഷയം എനിക്ക് പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനും മോട്ടിവേഷൻ്റെ കാരണത്തിൽ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ദിവസം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വരാൻ തുടങ്ങി. ഞാനും ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ആയി അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും പോയിട്ട് പഠിക്കാൻ തുടങ്ങി. പതുക്കെ ഞാൻ എപ്പോൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയോ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ IAS ആയെങ്കിൽ പൊതുജനങ്ങൾക്ക് നല്ല പോലെ സേവ ചെയ്യാൻ പറ്റുമാണ്. അങ്ങനെ ഞാൻ വളരെ ആത്മാർത്ഥത്തോടെ IASക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതി. പക്ഷേ ഞാൻ ഫെയിലായ സമയത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംക്ക് പ്രിപ്പയർ ആകാൻ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയിട്ടു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടു അടുത്ത ഒരു വർഷം മുഴുവൻ IASക്ക് വേണ്ടി പഠിച്ചിട്ടു ഞാൻ 2ാം തവണ IAS എക്സാം എഴുതി. 2ാം തവണയും ഞാൻ ഫെയിലായി. ഞാൻ ചിന്തിച്ചു ഇതൊരു ബാഡ് ലക്ക് ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടു അടുത്ത ഒരു വർഷം മുഴുവൻ IASക്ക് വേണ്ടി പഠിച്ചിട്ടു 3ാം തവണ ഞാൻ IAS എക്സാം എഴുതി. 3ാം തവണയും ഞാൻ ഫെയിലായി. എനിക്ക് 3 തവണ ഫെയില്യൂർസ് എപ്പോൾ വന്നോ എൻ്റെ കോൺഫിഡൻസ് ലെവൽസ് എല്ലാം താഴോട്ട് പോയി, എൻ്റെ മോട്ടിവേഷൻ ലെവൽസ് എല്ലാം താഴോട്ട് പോയി. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലാകുന്നു. ഞാൻ ഏകദേശം 1 മാസം സ്വയം അന്വേഷിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലാകുന്നു. പക്ഷേ എനിക്ക് ഒരു കാരണവും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ വീട്ടിലോട്ട് പോയിട്ടു ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു, മച്ചാ നിങ്ങൾക്കറിയാമല്ലേ ഞാൻ IAS എക്സാം എഴുതുന്നു, നിങ്ങൾക്കറിയാമോ ഞാൻ എന്തുകൊണ്ട് ഫെയിലാകുന്നു അന്വേഷിച്ചു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും എന്നോട് പറയും, കൃഷ്ണ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണോ, നിങ്ങൾ സ്മാർട്ടാണോ, നിങ്ങൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ടോ, നിങ്ങൾക്ക് നല്ല കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാന്ന് പറയും. ഒരു സുഹൃത്തും എന്നോട് പറഞ്ഞിട്ടില്ല ഏത് കാരണത്തിലാണ് എനിക്ക് IAS കിട്ടാത്തത്. ഇനി ഞാൻ തീരുമാനമെടുത്തു എനിക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടു ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എനിക്കുള്ള നല്ല എക്സ്പീരിയൻസും നല്ല യൂണിവേഴ്സിറ്റി ക്രെഡൻഷ്യൽസിൻ്റെ കാരണത്തിൽ എനിക്ക് പെട്ടെന്ന് ജോലിയും കിട്ടി. ഞാൻ ഈ ജോലി കിട്ടിയ വിവരം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞു, മച്ചാ എനിക്ക് ഒരു IT കമ്പനിയിൽ നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, ഇനി മുതൽ ഞാൻ IAS എക്സാം എഴുതാൻ പോകുന്നില്ല, ഞാൻ IT ജോബിലോട്ട് തിരിച്ചു പോകുന്നു. ഈ ഒരു വിവരം എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എൻ്റെ ശത്രുക്കൾക്കും പോയി. അടുത്ത ദിവസം രാവിലെ 3 പേര് എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നെ ബെല്ലടിച്ച് എൻ്റെ റൂമിൻ്റെ ഞാൻ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മനസ്സിലായി വന്നത് 3 പേരല്ല, 3 ശത്രുക്കളാണ്. വന്നത് എന്നെ കാണാൻ വേണ്ടിയല്ല, എന്നെ പരിഹസിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ ശത്രുക്കളായെങ്കിലും എൻ്റെ മുറി വരെ വന്നല്ലോ. അതിനാൽ ആ 3 ശത്രുക്കളിനും അകത്തു വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു.
ആ 3 ശത്രുക്കൾ ഇരുന്ന ശേഷം ആദ്യത്തെ ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങളൊരു നല്ല തീരുമാനം എടുത്തു, നിങ്ങൾക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണോ, IT ജോബാണ് ഏറ്റവും കറക്റ്റാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞു. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾക്ക് IAS ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, IT ജോബാണ് ഏറ്റവും കറക്റ്റാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞു. മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾക്ക് IT ജോബാണ് ഏറ്റവും കറക്റ്റാണ്. ഞാൻ ശരിയാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞ ശേഷം ഞാൻ ഈ 3 ശത്രുക്കളോട് പറഞ്ഞു, എനിക്കും അറിയാം എനിക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ എനിക്ക് ഒരു കാരണം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് എനിക്ക് IAS കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, IASൽ മെയിൻസ് എക്സാമിൽ ഏകദേശം 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണല്ലോ, അതിനാലാണ് നിങ്ങൾക്ക് IAS കിട്ടാത്തതാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശം തന്നെ ആയിരുന്നു, പക്ഷേ എനിക്കറിയാത്തത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാരണത്തിലാണ് എനിക്ക് കുറഞ്ഞ മാർക്സ് വരുന്ന വിഷയം. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, മെയിൻസ് എക്സാമിൽ 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻക്ക് സമാധാനം എഴുതുന്ന സമയത്ത് പോയിന്റ് വൈസ് എഴുതും, 1-ാം പോയിന്റ്, 2-ാം പോയിന്റ്, 3-ാം പോയിന്റ് ആയിട്ട്. പക്ഷേ IASൽ ഒരു ക്വസ്റ്റ്യൻക്ക് സമാധാനം നല്ല ഭാഷയിൽ, ഫ്ലവറി ലാംഗ്വേജിൽ ഒരു വിഷയം ഒരു കഥ പോലെ എഴുതാനെങ്കിൽ നല്ല മാർക്സ് കിട്ടാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല, അതിനാലാണ് നിങ്ങൾക്ക് കുറഞ്ഞ മാർക്സ് കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻക്ക് സമാധാനം എനിക്ക് 1-ാം പോയിന്റ്, 2-ാം പോയിന്റ്, 3-ാം പോയിന്റ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ തന്നെ അറിയാം. പക്ഷേ ഒരു വിഷയം ഒരു കഥ പോലെ നല്ല ഭാഷയിൽ, ഫ്ലവറി ലാംഗ്വേജിൽ എങ്ങനെ എഴുതുന്നതോ ഞാൻ എപ്പോഴും പഠിച്ചില്ല, എനിക്കറിയില്ല. മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾ എന്ത് സംസാരിക്കാനെങ്കിലും വളരെ ചുരുക്കി സംസാരിക്കും, പക്ഷേ IASൽ ഇൻ്റർവ്യൂയിൽ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് എതിർ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കണം, അത് നിങ്ങൾക്കറിയില്ല, അതിനാലാണ് നിങ്ങൾക്ക് IAS കിട്ടാത്തതാണ് പറഞ്ഞു. അങ്ങനെ 3 ശത്രുക്കൾ എനിക്ക് 3 കാരണങ്ങൾ പറഞ്ഞിട്ടു എൻ്റെ റൂമിൽ നിന്ന് തിരിച്ചു പോയി. അവർ തിരിച്ചു പോയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിഷയം മനസ്സിലായി. ഒരു വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവ്സ് എന്താണോ മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അതേ ഒരു വ്യക്തി ജീവിതത്തിൽ നെഗറ്റീവ്സ് എന്താണോ മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത്, ആ വ്യക്തി അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ്. കാരണം നമ്മുടെ ശത്രുവിടെ ജോലി എന്താണ്? 24 മണിക്കൂർ നമ്മൾ അബ്സർവ് ചെയ്തിട്ട് നമ്മുടെ അകത്തുള്ള നെഗറ്റീവ്സ് കണ്ടുപിടിക്കണമാണ് നമ്മുടെ ശത്രുവിടെ ജോലി. സോ നമ്മളെക്കാലം നമ്മുടെ അകത്തുള്ള നെഗറ്റീവ്സ് ആർക്ക് കൂടുതൽ അറിയാം? നമ്മുടെ ശത്രുക്കൾക്ക്. എനിക്ക് എൻ്റെ ശത്രുവിടെ കാരണത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലായി, എനിക്ക് IAS കിട്ടാത്തത് ഒരു കാരണമോ 2 കാരണമോ അല്ല, 3 കാരണങ്ങളിലാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനക്ക് വിളിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ ജോലി കയറാൻ താല്പര്യമില്ല, ഇനി 1 വർഷം കൂടി വേണം, ഞാൻ ഒരു തവണ കൂടി IAS എഴുതാൻ ആഗ്രഹിക്കുന്നതാണ് പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എനിക്കറിയാം എൻ്റെ അച്ഛൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മ നിന്ന് ഫോൺ വരുമാണ്. ഒരു 5 മിനിറ്റിൽ എൻ്റെ അമ്മ നിന്ന് എനിക്ക് ഫോൺ വന്നു. അമ്മ ഭയങ്കര ചൂടായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അമ്മ പറഞ്ഞു, ഒരു വാക്കും ഞാൻ കേട്ടാൻ താല്പര്യമില്ല, പെട്ടെന്ന് പോയിട്ട് ജോലി കയറണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വിളിച്ചു. ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി, അച്ഛനും അമ്മയൊന്നും കൺവിൻസ് ചെയ്തിട്ടു എനിക്ക് 1 വർഷം കൂടി തരൂ, അതിനുശേഷം നിങ്ങളെല്ലാവരും എന്ത് പറയുമ്പോഴാണ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയാണ് എൻ്റെ അച്ഛനും അമ്മയനും കൺവിൻസ് ചെയ്തിട്ട് വൈകുന്നേരം എന്നെ തിരിച്ച് വിളിച്ചു. എന്നോട് പറഞ്ഞു, കൃഷ്ണ, ഇനി 1 വർഷം കൂടി നിങ്ങൾക്ക് തരുന്നു, നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൈക്ക് 1 വർഷം കിട്ടി. 3 കാരണങ്ങൾ കിട്ടി. ആദ്യത്തെ കാരണം ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമാണ്. ഞാൻ എൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടു ആ വീടിൻ്റെ ബെല്ലടിച്ചു. ഒരു ടീച്ചർ പുറത്തു വന്നു. ആ ടീച്ചർ പുറത്തു വന്ന ശേഷം ആ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങയുടെ മോളിനോ കൊണ്ടുവരണം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, എൻ്റെ മോൾക്കോ അല്ല ഹാൻഡ് റൈറ്റിംഗ് പഠിക്കേണ്ട ഒരു അവസരം എനിക്കാണ് പറഞ്ഞു. ആ ടീച്ചർ ഷോക്കായി. ഇതെന്താണ് 25 വയസ്സ് പ്രായമുള്ള ഒരാൾ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ടീച്ചർക്ക് പറഞ്ഞു, ഞാൻ ഇങ്ങനെ IAS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, അങ്ങയുടെ സഹായം വേണമാണ്. ആ ടീച്ചർ മനസ്സിലാക്കിയിട്ടു എനിക്ക് 1 മാസം ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിച്ചു. അതിനുശേഷം 1 വർഷം എല്ലാ ദിവസം 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഞാൻ കേവലം ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ പ്രാക്ടീസ് ചെയ്തു.
ഇന്നും എൻ്റെ ഓഫീസിൽ ഒരു ഫയലിൽ ഞാൻ എന്തെങ്കിലും എഴുതാനെങ്കിൽ എൻ്റെ ജീവനക്കാർ എന്നോട് ചോദിക്കും, സാർ ഇത് ഹാൻഡ് റൈറ്റിംഗ് ആണോ പ്രിൻ്റ് ഔട്ട് ആണോ? അത്ര നന്നായിട്ടാണ് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പുരോഗതി വ്യത്യാസം കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നാം കാരണം ഞാൻ ഓവർകം ചെയ്തു. രണ്ടാം കാരണം, ഒരു സമാധാനം എഴുതുന്ന രീതി എങ്ങനെയാണ്. ഓൾറെഡി IAS നേടിയ ഒരു മാഡം ഉണ്ട്, ബാലലത മാഡം. മാഡം കുറച്ച് പാവപ്പെട്ട സ്റ്റുഡൻസ്ക്കു ഗൈഡൻസ് നൽകുന്ന ഒരു മാഡമാണ്. ഞാൻ ആ മാഡമുടെ വീട്ടിലോട്ട് പോയിട്ട് മാഡമിനോട് ചോദിച്ചു, മാഡം എനിക്ക് ഒരു സമാധാനം എങ്ങനെ എഴുതുന്ന വിഷയം നന്നായിട്ട് അറിയില്ല, എനിക്ക് ഗൈഡൻസ് നൽകാൻ പറ്റുമോ എന്ന് മാഡമിനോട് ചോദിച്ചു. മാഡം പറഞ്ഞു അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം പോയിട്ട് മാഡമിനെ കണ്ടു. അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പോയിട്ട് മാഡമിനെ കണ്ടു. അങ്ങനെ ഒരാഴ്ച മാഡം അടുത്ത ദിവസമാണ് പറഞ്ഞു. ഞാൻ മാഡം പറഞ്ഞ സമയത്തിൽ മാഡം പറഞ്ഞ സ്ഥലത്തിൽ കൃത്യമായിട്ട് പോയിട്ട് മാഡമിനെ കണ്ടു. 7ാം ദിവസം മാഡം പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു കമ്മിറ്റഡ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. അതിനാൽ ഞാൻ നിങ്ങൾക്കൊരു അവസരം നൽകാം. ഞാൻ നിങ്ങൾക്ക് 365 ദിവസം 365 എക്സാംസ് വയ്ക്കാം. പക്ഷേ എല്ലാ എക്സാം രാവിലെ 4 മണിക്കാണ്. ഓരോ എക്സാം 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫെയിൽ ആവാതെ നിങ്ങൾ എക്സാം വന്നിട്ട് എഴുതണം. ഏതെങ്കിലും കാരണത്തിൽ ഒരു ദിവസം നിങ്ങൾ വൈകിയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എക്സാംക്ക് എഴുതാൻ വന്നില്ലയാണെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തെ എക്സാം ആകുമെന്ന് പറഞ്ഞു. ഞാൻ മാഡം പറഞ്ഞ പോലെ 365 ദിവസം ഒരു ദിവസം വൈകിയാകാതെ, ഒരു ദിവസം ഫെയിൽ ആകാതെ കൃത്യമായിട്ട് രാവിലെ 4 മണിക്ക് മാഡമുടെ വീട്ടിലോട്ട് പോയിട്ട് 365 എക്സാംസ് എഴുതി. ഞാൻ 365 എക്സാംസ് എപ്പോൾ എഴുതിയിട്ടുണ്ടോ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു വിഷയം, ഒരു സമാധാനം നല്ല ഭാഷയിൽ കഥ പോലെ ഫ്ലവറി ലാംഗ്വേജിൽ എങ്ങനെ എഴുതണമോ. അങ്ങനെ ഞാൻ എൻ്റെ 2ാം കാരണവും ഓവർകം ചെയ്തു. 3ാം കാരണം, സംസാരിക്കുന്ന രീതി മാറ്റാൻ വേണ്ടി. ഞാൻ എൻ്റെ സംസാരിക്കുന്ന രീതി മാറ്റാൻ വേണ്ടി ഓൾറെഡി IASക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഒരു ടീച്ചറായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയോ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഒരു വിഷയം എതിർ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് എങ്ങനെ സംസാരിക്കണമോ. അങ്ങനെ ഒരു വർഷത്തിൽ 3 കാരണങ്ങളും ഞാൻ ഓവർകം ചെയ്തിട്ടു. 4ാം തവണ IASക്ക് വേണ്ടി പ്രിലിംസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. മെയിൻസ് എക്സാം എഴുതി, ക്ലിയർ ചെയ്തു. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, ക്ലിയർ ചെയ്തു. എനിക്ക് ഓൾ ഇന്ത്യ 66 റാങ്ക് വന്നു. 2022 ആഗസ്റ്റ് 3-ാം തീയതിയാണ് ഞാൻ ആലപ്പുഴ കളക്ടറായിട്ട് ചാർജ് എടുത്തിന് 2 ആഴ്ച ശേഷം ഒരു മോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ആ മോൾ എന്നോട് പറഞ്ഞു, സാർ എൻ്റെ അച്ഛൻ കോവിഡ് സമയത്ത് മരിച്ചു, എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ കുടുംബംക്കു നഴ്സിംഗ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ ഫീ അടയ്ക്കേണ്ട തുക കയ്യിലില്ല, സാമ്പത്തിക സ്ഥിതിയില്ല, എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. ആ മോൾ എന്നോട് ചോദിച്ച പോലെ എനിക്കറിയുന്ന ഒരു വലിയ നടൻക്ക് വിളിച്ച് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ മോളുടെ വിഷയം. അദ്ദേഹം പെട്ടെന്ന് ഈ മോളുടെ വിഷയം കേട്ടിട്ട് 1 വർഷമല്ല 4 വർഷത്തിൻ്റെ മോളുടെ മുഴുവൻ ഹോസ്റ്റൽ ഫീയും ട്യൂഷൻ ഫീയും അടയ്ക്കാൻ പറഞ്ഞിട്ട് ആ കോളേജ് അടച്ചിട്ടുണ്ട്. ഈ മോൾ ആ ഒരു കോളേജിൽ ജോയിൻ ആയിട്ടുണ്ട് നഴ്സിംഗ് കോഴ്സിൽ. ഈ ഒരു വിഷയം വലിയ ന്യൂസായിട്ട് മാറി. 2 ദിവസത്തിന് ശേഷം അടുത്ത ഒരു മോൾ കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. ആ മോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ കോവിഡ് സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, എനിക്കും എന്തെങ്കിലും സഹായം കിട്ടുമോ. എനിക്കറിയുന്ന ഒരു സുഹൃത്ത് അമേരിക്കയിൽ IT ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഈ മോൾക്ക് സ്പോൺസർഷിപ്പ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ഷണം ഞാൻ ചിന്തിച്ചു, എത്ര കുട്ടികൾക്കായിരിക്കും ആലപ്പുഴയിൽ കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയത്. അതിനുശേഷം ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ട്. സർവേ നടത്തിയതിനു ശേഷം 292 കുട്ടികൾക്കാണ് കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയത്. അതിൽ ഏകദേശം 12-13 കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പോയ കുട്ടികളാണ്. ബാക്കി ആൾക്കാർക്ക് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ നഷ്ടപ്പോയ കുട്ടികളാണ്. ഞാൻ ആലപ്പുഴ കളക്ടർ നിലയിൽ 5 മാസത്തിൽ ഈ 293 കുട്ടികൾക്ക് അവർ പഠിക്കുന്നവരെ സഹായം ചെയ്യുന്ന സ്പോൺസറിനെ കണ്ടുപിടിച്ച് നൽകിയിട്ടാണ് അവിടെ നിന്നും മടങ്ങിയിട്ട് തൃശ്ശൂർ കളക്ടറായിട്ട് ചാർജ് എടുത്ത്. സെയിം തൃശ്ശൂരിൽ ചാർജ് എടുത്തതിന് ശേഷവും തൃശ്ശൂരിൽ 609 കുട്ടികൾക്കായിരുന്നു കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയത്. 609 കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടാൻ പോകുന്ന ഫയൽ എന്തായിരിക്കും, ആദ്യത്തെ ഫയൽ എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലർക്ക് ഒരു ഫയലായിട്ട് എൻ്റെ ക്യാബിനിലോട്ട് വന്നു. ഞാൻ ആ ക്ലർക്കിനോട് ചോദിച്ചു, എന്താണ് ആ ഫയൽ? ആ ക്ലർക്ക് പറഞ്ഞു, സാർ മഴ കാരണത്തിൽ 4 കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് ഫയലാണ് പറഞ്ഞു. അങ്ങനെ ജില്ലാ കളക്ടർ നിലയിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഉൾപ്പെട്ട ആദ്യത്തെ ഫയലാണ് കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഫയൽ.
ഞാൻ അത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എല്ലാ കുട്ടികൾക്ക് അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചതിന് ശേഷം കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയോടെ കോമെൻസിൽ താങ്ക് യു കളക്ടർ മാമ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ള വരെ അങ്ങ് എല്ലാവർക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു വിഷയമാണ്. എവ്രി വൺ വിൽ ഗെറ്റ് ഫെയില്യൂർസ്. എല്ലാവർക്കും ഫെയില്യൂർസ് വരും. പക്ഷേ ഫെയില്യൂർസ് വന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും വലിയ വലിയ കാരണങ്ങളിലാണ് നമുക്ക് ഫെയില്യൂർ വന്നതാണ് ചിന്തിക്കും. പക്ഷേ നമ്മൾ അബ്സർവ് ചെയ്യാനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭൂരിപക്ഷം ആൾക്കാരുടെ ജീവിതത്തിൽ ഫെയില്യൂർസ് വരുന്നത് വളരെ ചെറിയ കാരണങ്ങളിലാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 തവണ ഫെയില്യൂർ വന്നത് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാരണത്തിലാണ്, ഞാൻ എൻ്റെ സംസാരിക്കുന്ന രീതിൻ്റെ കാരണത്തിലാണ്, സമാധാനം എഴുതുന്ന രീതിയുടെ കാരണത്തിലാണ്. ശരിക്കും പറയണമെങ്കിൽ ഇതൊരു 3 ചെറിയ മിസ്റ്റേക്സ് ആണ്. പക്ഷേ ആ 3 ചെറിയ മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലാവാത്തതിനാലാണ് എനിക്ക് 3 തവണ ഫെയില്യൂർ വന്നു. സോ റിമെമ്പർ വൺ തിങ്, മോസ്റ്റ് ഓഫ് ദ ഫെയില്യൂർസ് ആർ ബിക്കോസ് ഓഫ് സ്മോൾ റീസൺസ്. If you are able to identify these reasons and if you are able to overcome these reasons, I am sure you will get success very fast. And next and most important thing, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു വ്യക്തി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അദ്ദേഹംക്ക് സുഹൃത്തുക്കൾ വേണം. അതേ ഒരു വ്യക്തി ജീവിതത്തിൽ പുരോഗമിക്കാൻ വേണ്ടി ഉയർന്ന പൊസിഷൻസ്ക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ ശത്രുക്കളുടെ ആവശ്യവും വേണ്ടി വരും. I never expected that I'll get an opportunity in JoshTalks, but I'm very happy that I'm able to share my story, my life journey through JoshTalks. And thank you for giving me this opportunity. All the best to everyone. നന്ദി, നമസ്കാരം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. സോ ഡൗൺലോഡ് ദി ആപ്പ് ടുഡേ.